നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് റേഷൻ കാർഡ് ഉടമകളും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ദിവസങ്ങളായി കാത്തിരുന്ന നിരവധി സുപ്രധാന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഓണം അടുത്തെത്തുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും സാധാരണ ജനങ്ങൾക്ക് ഓണച്ചിലവിൽ ആശ്വാസം നൽകുന്നതിനുമായി വിവിധ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്ന ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഈ വർഷം ഫ്രീ ഓണക്കിറ്റ് ആർക്കൊക്കെയാണ് ലഭിക്കുക, മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, പെൻഷൻ വിതരണം സംബന്ധിച്ച കാര്യങ്ങൾ എല്ലാം നമ്മൾ വിശദമായി പറയുകയാണ്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കേരളത്തിൽ ഓണം ഒരു ഉത്സവം മാത്രമല്ല, അത് ഓരോ കുടുംബത്തിൻ്റെയും വാർഷിക ആഘോഷമാണ്. എന്നാൽ ഇന്നത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ സാധാരണക്കാരൻ്റെ കുടുംബത്തിൽ അതായത് ഏറ്റവും ചിലവുകളിൽ ഒന്നാണ് ഓണക്കാല ചിലവ്. അരി വാങ്ങണം, പല വ്യഞ്ജനങ്ങൾ വാങ്ങണം, അതുപോലെ പഞ്ചസാര, പരിപ്പ്, ചെറുപയർ, വെളിച്ചെണ്ണ, അതുപോലെ മസാല സാധനങ്ങൾ തുടങ്ങി നിരവധി അവശ്യ വസ്തുക്കൾ വാങ്ങേണ്ടി വരും. അതോടൊപ്പം കുട്ടികൾക്ക് പുതിയ വസ്ത്രങ്ങൾ, വീട്ടിലെ ആഘോഷങ്ങൾ, അതുപോലെ ബന്ധുക്കളുടെ വരവ്, ഓണസദ്യക്കുള്ള തയ്യാറെടുപ്പുകൾ എന്നിവയും ഉണ്ടാവും. ഇതെല്ലാം കൂടി വരുമ്പോൾ പല കുടുംബങ്ങൾക്കും വലിയ സാമ്പത്തിക ബാധ്യതയാണ് അനുഭവപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും സംസ്ഥാന സർക്കാർ ഓണക്കാലത്ത് പ്രത്യേക സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രഖ്യാപനത്തിലേക്ക് വരാം. ഈ വർഷത്തെ ഓണച്ചന്ത പ്രഖ്യാപനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി സർക്കാർ 253 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ തുക ഒരു പദ്ധതിക്ക് മാത്രമല്ല, സമ്പൂർണ്ണ ഓണക്കാല ഭക്ഷ്യ വിതരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ തുക ഉപയോഗിച്ചിരിക്കുന്നത്. സപ്ലൈകോ ഗോഡൌണുകളിൽ ആവശ്യമായ സ്റ്റോക്ക് ഉറപ്പാക്കാനും മാവേലി സ്റ്റോറുകളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അരി, പഞ്ചസാര, പരിപ്പ്, മറ്റ് സാധനങ്ങൾ സംഭരിക്കും ജില്ലകളിലേക്ക് സമയബന്ധിതമായി വിതരണം നടത്താനും വിലക്കയറ്റം നിയന്ത്രിക്കാനും സർക്കാർ ഇടപെടുമെന്നാണ് പറയുന്നത്. ഓണം അടുത്തെത്തുമ്പോൾ സ്വകാര്യ വിപണിയിൽ ചില സാധനങ്ങളുടെ വില ഉയരുന്നത് പതിവാണ്. ഈ സാഹചര്യം നിയന്ത്രിക്കുന്നതിൽ സപ്ലൈകോയ്ക്ക് വലിയ പങ്കുണ്ട്. അതിൽ സർക്കാർ ഈ വർഷവും ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകിയിരിക്കുകയാണ്. അതുപോലെ 253 കോടിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച മറ്റൊരു പ്രഖ്യാപനമാണ് 53 കോടി രൂപ സൗജന്യ ഓണക്കിറ്റ് വിതരണവുമായി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത്. മഞ്ഞ റേഷൻ കാർഡ് അഥവാ AAY അന്ത്യോദയ അന്നയോജന വിഭാഗം ഏറ്റവും കൂടുതൽ സർക്കാർ സഹായം ലഭിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഓണക്കാലത്തും സാധാരണയായി ആദ്യം പരിഗണന ലഭിക്കുന്നത് ഈ വിഭാഗത്തിനാണ്. ഈ വർഷവും സൗജന്യ ഓണക്കിറ്റ് പ്രധാനമായും AAY വിഭാഗത്തിന് സർക്കാർ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർ ബന്ധപ്പെട്ട റേഷൻ കടകളുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കണം. ഇനി പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർക്ക് എന്ത് ലഭിക്കും എന്നുള്ള ചോദ്യമുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യവും. പലരും കരുതുന്നത് ഓണക്കിറ്റ് ലഭിച്ചില്ലെങ്കിൽ യാതൊരു ആനുകൂല്യവും ലഭിക്കില്ല എന്നാണ്. എന്നാൽ അത് ശരിയല്ല. പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർക്കും വിവിധ രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കും. അതിൽ പ്രധാനപ്പെട്ടവ സപ്ലൈകോ ഓണച്ചന്തയിലെ വിലക്കുറവ്, അതുപോലെ സർക്കാർ പ്രഖ്യാപിക്കുന്ന സബ്സിഡി വസ്തുക്കൾ, കെയറൈസ് പോലുള്ള കാര്യങ്ങൾ, റേഷൻ സംവിധാനങ്ങളിലൂടെ ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ. അതുകൊണ്ട് ഓരോ കാർഡ് വിഭാഗത്തിലും ലഭിക്കുന്ന സഹായം വ്യത്യസ്തമായിരിക്കും. ഓണക്കാലത്ത് അരിയുടെ ഉപയോഗം സാധാരണ ദിവസത്തേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ സബ്സിഡി അരി വിതരണവും പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. വിപണിയിലെ വില വർദ്ധിച്ചാലും സാധാരണ കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ അരി ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. റേഷൻ കടകൾ വഴിയും മറ്റ് സർക്കാർ വിതരണ സംവിധാനങ്ങൾ വഴിയും ആവശ്യമായ അരി ലഭിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് റേഷൻ വാങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ മാസത്തെ കോട്ടയും ലഭ്യതയും പരിശോധിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൂടുതൽ ശ്രദ്ധ നേടിയ പദ്ധതികളിൽ ഒന്നാണ് കെയറൈസ്. ഈ പദ്ധതിയിലൂടെ ചില വിഭാഗം ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ അരി ലഭിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം. ഓണക്കാലത്തും കെയറൈസ് വിതരണത്തിന് സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ട്. എന്നാൽ എല്ലാ ജില്ലകളിലും ഒരേ അളവിലും ഒരേ സമയത്തും വിതരണം നടക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ റേഷൻ കടയിലോ സിവിൽ സപ്ലൈസ് ഓഫീസിലോ നിന്ന് ലഭിക്കുന്ന അറിയിപ്പാണ് അന്തിമമായി പരിഗണിക്കേണ്ടത്. ഓണം വരുമ്പോൾ സാധനങ്ങളുടെ വില കൂടുന്നത് പതിവാണ്. ഇത് നിയന്ത്രിക്കുന്ന
ലഭിക്കുന്നതിനായി സംസ്ഥാനത്തൊട്ടാകെ സപ്ലൈകോ ഓണച്ചന്തകൾ ആരംഭിക്കും. ഇവിടെ സാധാരണ വിപണിയെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിൽ വിവിധ അവശ്യ സാധനങ്ങൾ ലഭിക്കും. പരിപ്പ്, ചെറുപയർ, ഉഴുന്ന്, പഞ്ചസാര, വെളിച്ചെണ്ണ, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മറ്റ് മസാല ഉൽപ്പന്നങ്ങൾ എന്നിവ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത് സാധാരണ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസം തന്നെയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ അപ്ഡേറ്റ് ആണ്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ദിവസങ്ങളായി കാത്തിരുന്ന ഒരു വിവരമാണ്. ഓണം അടുത്തെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് സർക്കാർ നൽകുന്ന ഓണക്കാല റേഷൻ ആനുകൂല്യങ്ങളും, രണ്ടാമത്തേത് ക്ഷേമ പെൻഷനും. ഇപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് കാണുന്നത്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസം നൽകുന്ന നടപടിയാണ് ധനവകുപ്പ് പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുക അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ വിവിധ വിഭാഗങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ഘട്ടം ഘട്ടമായി പെൻഷൻ വിതരണം ആരംഭിക്കും. ധനവകുപ്പ് അനുവദിച്ച തുക എന്തുകൊണ്ട് ഇത്രയും പ്രധാനമെന്ന് ചോദിച്ചാൽ, ധനവകുപ്പ് തുക അനുവദിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. സർക്കാർ ആദ്യം പെൻഷൻ വിതരണത്തിനുള്ള സാമ്പത്തിക അനുമതി നൽകും. അതിനുശേഷം ട്രഷറി, ബന്ധപ്പെട്ട വകുപ്പുകൾ, ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വിതരണ ഏജൻസികൾ എന്നിവ വഴി തുക കൈമാറുന്ന നടപടികളാണ് നടക്കുന്നത്. അതായത് തുക അനുവദിച്ചു എന്ന വാർത്ത ഉടൻ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ഒരേ ദിവസം പണം എത്തണമെന്നില്ല. ഇത് ഘട്ടം ഘട്ടമായി നടക്കും. അതിനാൽ ആദ്യ ദിവസം പണം ലഭിക്കാത്തവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതുകൊണ്ട് നാളെ മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും. പക്ഷേ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 1 വരെയാണ് അതിൻ്റെ ഒരു സമയപരിധി വരുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നത് ഒരു പെൻഷൻ മാത്രമല്ല, വിവിധ വിഭാഗങ്ങളിലായി നിരവധി പദ്ധതികൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ, അതുപോലെ കർഷക തൊഴിലാളി പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിത സ്ത്രീകൾക്കുള്ള പെൻഷൻ, അതുപോലെ മറ്റ് സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ. അതുകൊണ്ട് തന്നെ ഈ വിഭാഗങ്ങളിലുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് വിതരണം നാളെ മുതൽ നടക്കും. സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം 51.7 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ഈ ഘട്ടത്തിൽ പെൻഷൻ ലഭിക്കുക. അതായത് ജൂലൈ പെൻഷൻ. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നാണ്. സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തിലും, മുനിസിപ്പാലിറ്റിയിലും, കോർപ്പറേഷനുകളിലും ആയിരക്കണക്കിന് ഗുണഭോക്താക്കളാണ് ഈ പദ്ധതിയുടെ ഭാഗമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിതരണം ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഘട്ടം ഘട്ടമായാണ് എല്ലാ ജില്ലകളിലേക്കും തുക എത്തിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം, സർക്കാർ വിതരണം ആരംഭിച്ചതായി അറിയിച്ചാൽ പോലും എല്ലാ ബാങ്കുകളിലും ഒരേ സമയത്ത് ക്രെഡിറ്റ് നടക്കില്ല. ചില ബാങ്കുകളിൽ ആദ്യം ക്രെഡിറ്റ് നടക്കും, ചില ബാങ്കുകളിൽ അടുത്ത ദിവസം വരും, മറ്റ് ചില ഇടങ്ങളിൽ സാങ്കേതിക നടപടികൾ പൂർത്തിയായ ശേഷമായിരിക്കും ക്രെഡിറ്റ് ചെയ്യുക. അതിനാൽ നിങ്ങളുടെ സുഹൃത്തിന് പണം ലഭിച്ചു എന്ന കാരണത്താൽ നിങ്ങൾക്കും അതേ ദിവസം ലഭിക്കണമെന്ന് കരുതരുത്. കേരളത്തിൽ ഇപ്പോൾ നിരവധി ഗുണഭോക്താക്കൾ സഹകരണ ബാങ്കുകൾ വഴി അംഗീകൃത വിതരണ സംവിധാനത്തിലൂടെയാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. ഇവർക്കും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വിതരണം നടക്കുക. അതിനാൽ ബാങ്കിൽ തിരക്ക് ഉണ്ടാകുകയോ ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് പണം എത്തിയില്ലെങ്കിലോ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണം. SMS വന്നിട്ടില്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുകയോ മൊബൈൽ ബാങ്കിംഗ് പരിശോധിക്കുകയോ ചെയ്യാം. അതുപോലെ ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ശരിയാണോ എന്ന് ഉറപ്പാക്കുക. കുറച്ച് ദിവസം കൂടി കാത്ത ശേഷം വീണ്ടും പരിശോധിക്കാം പണം വന്നില്ലെങ്കിൽ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, സെപ്റ്റംബർ 30-നകം എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് വളരെയധികം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ നിർത്തിവെക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും തിരക്ക് കൂടുന്നതിന് മുൻപ് തന്നെ മസ്റ്ററിംഗ് ചെയ്ത് തീർക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.